പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, നമുക്ക് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഉണ്ട്. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂട്ടിലിറ്റി അഥവാ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യുന്നത്, ക്വാണ്ടിഫൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെഷേഴ്സ് ആണ് നമുക്കുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ടോട്ടൽ യൂട്ടിലിറ്റിയും മറ്റൊന്ന് മാർജിനൽ യൂട്ടിലിറ്റിയുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി നോക്കാം. ആദ്യം നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി എന്താണെന്ന് നോക്കാം. ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ റിസീവ്സ് വെൻ ഹി കണ്ടിന്യൂസ്ലി കൺസ്യൂം സെവറൽ യൂണിറ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അതായത് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റിയാണ്, മൊത്തത്തിൽ ഒരാൾക്ക് ലഭിച്ച സാറ്റിസ്ഫാക്ഷനാണ്. ദാറ്റ് എ പേഴ്സൺ റിസീവ്സ് വെൻ ഈ കണ്ടിന്യൂസ്ലി കൺസ്യൂംസ് സെവറൽ യൂണിറ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. അയാൾ കണ്ടിന്യൂസ്ലായിട്ട്, അതായത് നിരന്തരം അയാൾ കൺസ്യൂം സെവറൽ യൂണിറ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഒരേ സാധനം, ഒരു പെർട്ടിക്കുലർ കമ്മോഡിറ്റി, ഒരേ സാധനം അയാൾ ഒരേ സാധനത്തിൻ്റെ ഒരുപാടെണ്ണം അയാൾ കണ്ടിന്യൂസ്ലായിട്ട് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന മൊത്തം യൂട്ടിലിറ്റിയാണ്, സാറ്റിസ്ഫാക്ഷനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ഉദാഹരണം നോക്കി നോക്കാം. ഞാൻ ഇപ്പോഴെന്ത് ചെയ്യാണ്, ഞാൻ നല്ല വിശന്ന് ഇരിക്കുന്ന ഒരു സമയമാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഞാനൊരു ഹോട്ടലിൽ ചെന്നു, ഞാനൊരു ചപ്പാത്തി കഴിച്ചു. അപ്പോൾ ഞാൻ ഒരു ചപ്പാത്തി കഴിച്ചു. അപ്പോൾ നല്ല വിശപ്പാണല്ലോ, അപ്പോൾ എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടി ആ ഒരു ചപ്പാത്തി കഴിച്ചപ്പോൾ. അപ്പോൾ ഞാൻ അവിടെ ഒരു ചപ്പാത്തി കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് അവിടെ ഒരു എന്താ പറയുക, ഒരു 20 അല്ലെങ്കിൽ ഞാൻ പറയുകയാണ് ഒരു 50 യൂട്ടിൽസ് കിട്ടിയെന്ന് വിചാരിക്കാം. എനിക്കതിൽ 50 യൂട്ടിൽസ് കിട്ടി. അപ്പം കടയിലെ ചേട്ടൻ പറഞ്ഞു, ഹോട്ടലിലെ ചേട്ടൻ പറഞ്ഞു, ഒരു ചപ്പാത്തിയും കൂടെ കഴിക്കൂ. അപ്പോൾ ഞാൻ രണ്ടാമതൊരു ചപ്പാത്തി കൂടെ കഴിച്ചു. ഒരേ സാധനം എന്താണ്, പക്ഷേ ഞാൻ അപ്പോൾ തന്നെ വീണ്ടും ഒന്നും കൂടെ കഴിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം കഴിച്ച എനിക്ക് അത്രയും നല്ല വിശപ്പിലല്ലേ ഞാൻ കഴിച്ചത്. എനിക്ക് ആദ്യം കഴിച്ച അത്ര എന്തുണ്ടായിരിക്കില്ല, സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല കിട്ടുക. എങ്കിലും ആ സമയം എനിക്കൊരു 40 യൂട്ടിൽസാണ് കിട്ടിയത്. രണ്ടാമത് കഴിച്ചപ്പോൾ എനിക്ക് 40 യൂട്ടിൽസാണ് കിട്ടിയത്. മൂന്നാമത് വീണ്ടും അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, ഒന്നും കൂടെ കഴിച്ചോ, നല്ല വിഷമം വന്നതല്ലേ, ഒന്നും കൂടെ കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ കഴിച്ചു. അപ്പോൾ എനിക്ക് ആദ്യവും രണ്ടാമതും കഴിച്ച അത്ര ഒന്നും സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല, ഒരേ ചപ്പാത്തി തന്നെയല്ലേ വീണ്ടും കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒരു 20 യൂട്ടിൽസാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അങ്ങനെ ഞാൻ നിൽക്കുന്ന സമയത്ത് അയാൾ വന്നിട്ട് ഒരു ചപ്പാത്തിയും കൂടെ ഇട്ടു. ആ ഒരു ചപ്പാത്തി കഴിച്ചപ്പോൾ എനിക്ക് നേരത്തെ കഴിച്ച അത്രയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല ആ ചപ്പാത്തി. അപ്പോൾ എനിക്ക് അവിടെ കിട്ടിയത് ഒരു 5 യൂട്ടിൽസ് കിട്ടിയത്. 5 യൂട്ടിൽസാണ് ആ സമയത്ത് കിട്ടിയത്, നാലാമത്തെ കഴിച്ചപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേട്ടൻ വീണ്ടും സമ്മതിച്ചില്ല, ഒരെണ്ണം കൂടെ കഴിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ കഴിച്ചപ്പോൾ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. പക്ഷേ എനിക്ക് അയാൾ നിർബന്ധിച്ചു. അപ്പോൾ എനിക്ക് 0 യൂട്ടിൽസാണ് കിട്ടിയത്. എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല, എൻ്റെ വിശപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അയാൾ വിട്ടില്ല. അയാൾ ഒരു ചപ്പാത്തിയും കൂടെ കഴിപ്പിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് വേണ്ട, എനിക്ക് താല്പര്യമില്ല, എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആവശ്യമില്ല, പക്ഷെ എന്നാൽ നീ കഴിച്ചേ പറ്റൂ, നീ വന്ന് കയറിയപ്പോൾ നല്ല വിശന്നിട്ടല്ല കയറിയെന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെക്കൊണ്ട് വീണ്ടും ഒരു ചപ്പാത്തിയും കൂടെ കഴിപ്പിച്ചു. അപ്പോൾ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ പോയിട്ട് അതെനിക്കൊരു ബുദ്ധിമുട്ടായി, ഡിസ്സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തി. അവിടെ സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് നെഗറ്റീവായിട്ടാണ് സാറ്റിസ്ഫാക്ഷൻ വന്നത്. എനിക്കൊരു -10 ആണ് കിട്ടിയത്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ അവിടെ 6 ചപ്പാത്തിയാണ് കൺസ്യൂം ചെയ്തത്. 6 ചപ്പാത്തിയും കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് ടോട്ടൽ അവിടെ എത്ര യൂട്ടിലിറ്റി കിട്ടിയത് നമുക്ക് നോക്കാം. ആദ്യത്തേത് കഴിച്ചപ്പോൾ 50, രണ്ടാമത് കഴിച്ചപ്പോൾ 40, അതായത് 50ഉം 40ഉം കൂടെ 90. മൂന്നാമത് കഴിച്ചപ്പോൾ 20, അപ്പോൾ 90ഉം 20ഉം 110. പിന്നെ കഴിച്ചപ്പോൾ 5, അപ്പോൾ 110ഉം 5ഉം 115. പിന്നെ കഴിച്ചപ്പോൾ 0, അപ്പോൾ 115 തന്നെ. പിന്നെ കഴിച്ചപ്പോൾ -10, അപ്പോൾ 115ൽ നിന്ന് -10 കുറയ്ക്കുക, അങ്ങനെ നോക്കുമ്പോൾ 105. അപ്പോൾ എനിക്കിവിടെ ഞാൻ ഈ 6 ചപ്പാത്തികൾ യൂണിറ്റ്സ് തുടർച്ചയായി കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്തപ്പോൾ എനിക്ക് മൊത്തം ഈ 6 ചപ്പാത്തികളിൽ നിന്നും
എനിക്ക് എത്ര യൂട്ടിൽസാണ് കിട്ടിയത്? 105 യൂട്ടിൽസ്. ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി വായിച്ചു നോക്കൂ. അപ്പോൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ റിസീവ്സ് വെൻ ഹി കണ്ടിന്യൂസ്ലി കൺസ്യൂംസ് സെവറൽ യൂണിറ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി. ഒരേ ഉൽപ്പന്നം, ഒരേ സാധനം ഒരേ സമയം നിരന്തരം കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് മൊത്തത്തിൽ എത്ര യൂട്ടിലിറ്റി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു, അതിനെയാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുക. ഇനി അടുത്തൊരു ടേമാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നോക്കുക. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും നോക്കിയിട്ടാണ് നമ്മൾ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് നോക്കാം. ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ദാറ്റ് ഒക്കേഴ്സ് when one additional unit of a commodity is consumed is called marginal utility. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി. നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി കാണുന്നത് കണ്ടു. ആ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എന്ത് മാറ്റമാണ്, എന്ത് ചേഞ്ചാണ് വരുന്നത്? എപ്പോൾ? ദാറ്റ് ഒക്കേഴ്സ് വെൻ വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമ്മോഡിറ്റി ഈസ് കൺസ്യൂംഡ്. അഡീഷണലായിട്ട് ഒരു യൂണിറ്റ് കൂടി നമ്മൾ വാങ്ങിക്കുന്ന സാധനം എന്താണോ ഒന്നും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ എന്ത് ചേഞ്ചാണ് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്നത്? അതിനെ വിളിക്കുന്ന പേരാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു, എനിക്ക് യൂട്ടിലിറ്റി കിട്ടി. രണ്ടാമത് ഒരെണ്ണം കൂടി അഡീഷണലി വാങ്ങിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എന്ത് ചേഞ്ച് വന്നു? മൂന്നാമത് ഒരെണ്ണം കൂടെ വാങ്ങിച്ചപ്പോൾ ആ മൂന്നാമത്തെ ഒരെണ്ണം കൊണ്ട് മാത്രം അഡീഷണലി ഞാൻ ഒരെണ്ണം കൂടി വാങ്ങിച്ചു, അതാണ് മൂന്നാമത്തത്. അത് വാങ്ങിച്ചപ്പോൾ എന്ത് ചേഞ്ച് വന്നു? ഇനി നാലാമത് ഒരെണ്ണം കൂടി അതേ സാധനം വാങ്ങിച്ചു, അപ്പോൾ അഡീഷണലി ഞാൻ ഒരെണ്ണം കൂടെ വാങ്ങിച്ചപ്പോൾ എന്ത് ചേഞ്ച് വന്നു? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു നീനു എന്ന് പറയുന്ന കുട്ടിക്ക് നൈന അല്ലെങ്കിൽ നീന എന്ന് പറയുന്ന കുട്ടിക്ക് ഓറഞ്ചുകൾ കൊടുക്കുന്നതിനെ പറ്റിയിട്ട് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഉദാഹരണത്തിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ ഒരു ടേബിൾ ആദ്യം നമുക്ക് പരിശോധിച്ചതിന് ശേഷം ആ ഉദാഹരണത്തിലേക്ക് വരാം. ഇപ്പോൾ നീനക്ക് ആദ്യം ഒരു ഓറഞ്ച് നിങ്ങൾ കൊടുത്തു. അപ്പോൾ നീനക്ക് ഭയങ്കര സന്തോഷമായി, നീനക്ക് വളരെ ഹാപ്പിയായി. നീനക്ക് അതിൽ നിന്ന് ഒരു 20 യൂട്ടിലിറ്റി കിട്ടി. അപ്പോൾ നീനയുടെ ടോട്ടൽ യൂട്ടിലിറ്റി ആ ഒരു ഓറഞ്ച് കൺസ്യൂം ചെയ്തപ്പോൾ 20 ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റിയും 20 ആയിട്ട് തന്നെ എടുക്കാം. കാര്യം ഒരെണ്ണമല്ല വാങ്ങിച്ചിട്ടുള്ളൂ, ഒരെണ്ണമല്ല കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കിട്ടിയത് എത്രയാണ് അത് തന്നെയാണ്. എന്നാൽ രണ്ടാമത് ഒരെണ്ണം കൂടി നീനക്ക് കൊടുത്തപ്പോൾ നീന പറഞ്ഞു ആദ്യം കഴിച്ച അത്രയും ഉണ്ടാവില്ല. രണ്ടാമത് ഒരെണ്ണം കൂടെ കഴിച്ചപ്പോൾ നീനക്ക് രണ്ടാമത് അതേ ഓറഞ്ചിൽ നിന്ന് കിട്ടിയത് എത്രയായിരിക്കും? അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്നാമത്തതും രണ്ടാമത്തതും കൂടി കഴിച്ചപ്പോൾ നീനക്ക് മൊത്തം 38 യൂട്ടിൽസ് കിട്ടിയതെങ്കിൽ നീനക്ക് രണ്ടാമത്തതിൽ നിന്ന് മാത്രം എത്രയാണ് കിട്ടിയത്? 38 നിന്ന് ആദ്യം കിട്ടിയത് 20 ആണ്. അത് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടും 18 കിട്ടിയതെന്ന് മനസ്സിലാകും. ഓക്കെ, അപ്പം ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി 18, രണ്ടാമത്തത് അഡീഷണലി ഒരെണ്ണം കഴിച്ചപ്പോൾ കിട്ടിയത്. ആ സമയം മൂന്നാമത് ഒരെണ്ണം കൂടി കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 53. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ഒരെണ്ണം അഡീഷണലി കഴിച്ചതാണല്ലോ. അപ്പോൾ മൂന്നാമത്തെ ഒരെണ്ണത്തിൽ നിന്ന് മാത്രം എത്ര കിട്ടി എന്നറിയണം. അപ്പോൾ ടോട്ടലിൽ നിന്ന് 53 നിന്ന് തൊട്ട് മുൻപുണ്ടായിരുന്ന ടോട്ടൽ 38 കുറയ്ക്കുക. അപ്പോൾ 15 മനസ്സിലായി. 15. അപ്പം ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി 15. അഡീഷണലി ഒരെണ്ണം കൂടി കഴിച്ചപ്പോൾ ഉണ്ടാക്കിയ ചേഞ്ച് എത്രയാണ്? 15ൻ്റെ ചേഞ്ചാണ്. അത് 53 ആയി വന്നത്. അപ്പോൾ നാലാമത് ഒരെണ്ണം കൂടെ കഴിച്ചു. നാലാമത്തെ ഒരു ഓറഞ്ച് കൂടെ കഴിച്ചപ്പോൾ നിനക്ക് 63 ടോട്ടൽ യൂട്ടിലിറ്റി. ഈ 4 കൂടെ കഴിച്ചപ്പോൾ 63 കിട്ടിയത്. എങ്കിൽ നാലാമത്തത് മാത്രം കഴിച്ചപ്പോൾ അഡീഷണലി ഈ നാലാമത്തെ ഒരെണ്ണം കൂടി മാത്രം കഴിച്ചപ്പോൾ കിട്ടിയത് എത്രയാണ്? 63 മൈനസ് 53 എത്രയാ? 10. അഞ്ചാമത് ഒരെണ്ണം കൂടി കൊടുത്തു. നീനോട് നീന പറഞ്ഞു എനിക്ക് വേണ്ട. അപ്പം ആദ്യം നല്ല ഹാപ്പി ആയിരുന്നു, 20 പിന്നെ 18 കിട്ടിയത്, പിന്നെ 15 കിട്ടിയത്, പിന്നെ 10 കിട്ടിയത്. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി അതിനനുസരിച്ച് ഇങ്ങനെ കൂടുന്നുണ്ട്. 20, 38, 53, 63. അഞ്ചാമത് കഴിച്ചപ്പോൾ 67 ടോട്ടൽ യൂട്ടിലിറ്റി. അങ്ങനെയാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എത്രയാണ്? 67 നിന്ന് 63 കുറക്കുക 4. വീണ്ടും നീനക്ക് ഒരു ഓറഞ്ച് കൂടി കൊടുക്കുകയാണ്. അപ്പോൾ നീന
ഒട്ടും വേണ്ട എന്നുള്ള രൂപത്തിൽ പറഞ്ഞു, പക്ഷെ നിർബന്ധിച്ച് കൊടുത്തു. അപ്പോൾ നീനക്ക് 67 തന്നെയാണ് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിൽക്കുന്നത്. അതിനർത്ഥം എന്താ? നേരത്തെ 67 ആയിരുന്നു, ഇപ്പോഴും 67. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 67 നിന്ന് 67 കുറക്കുക. അപ്പോൾ എത്രയാണ് ഇവിടെ കിട്ടിയത്? 0. ആറാമത്തതിൽ നിന്ന് മാത്രം നീനക്ക് കിട്ടിയത് 0 യൂട്ടിലിറ്റിയാണ്, 0 യൂട്ടിൽസാണ്. നീന പറഞ്ഞു എനിക്ക് മതി അല്ല എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഒരെണ്ണം കൂടെ കൊടുത്തു, 7ാമത് ഒരെണ്ണം കൂടെ കൊടുത്തു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 64 മാറി. ടോട്ടൽ യൂട്ടിലിറ്റി 64 അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 7ാമത്തെ അഡീഷണലി ഒന്നും കൂടി കഴിച്ചപ്പോഴല്ലേ 64 അപ്പോൾ എങ്ങനെയാണ് 7ാമത്തത് മാത്രം കഴിച്ചപ്പോൾ എത്ര കിട്ടിയത്? അപ്പോൾ 64 നിന്ന് 67 കുറക്കുക, -3. നിനക്ക് വേണ്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നു, താല്പര്യം പോയിട്ട് അതിനോട് ദേഷ്യമായി തുടങ്ങി. അപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടെ കൊടുക്കുകയാണ്, 8ാമത് ഒരെണ്ണം കൂടെ കൊടുത്തു. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി 57 മാറി. അപ്പം ആ 8ാമത്തതിൽ നിന്ന് മാത്രം എത്രയാണ് യൂട്ടിലിറ്റി കിട്ടിയത്? 57 ആയിരുന്നല്ലോ ടോട്ടൽ. അപ്പോൾ തൊട്ട് മുൻപുണ്ടായിരുന്ന 64 കുറക്കുക, അപ്പോൾ എത്രയാണ് കിട്ടിയത്? -7. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ 8ാമതിൽ നിന്ന് മാത്രം കഴിച്ചപ്പോൾ -7 ടോട്ടൽ യൂട്ടിലിറ്റിയിൽ വന്നിട്ടുള്ള ചേഞ്ച്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ യൂണിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റി ഉണ്ടാകുന്നു. ആ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ അഡീഷണലി ഒരെണ്ണം കൂടി കഴിച്ചപ്പോൾ എന്ത് ചേഞ്ച് വന്നു? ഇപ്പോൾ ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കഴിച്ചപ്പോൾ 20, ചേഞ്ച് ഒന്നുമില്ല, 20 തന്നെയാണ്. രണ്ടാമത് കഴിച്ചപ്പോൾ ആ ടോട്ടൽ യൂട്ടിലിറ്റി 38, അതായത് രണ്ടാമത്തെ അഡീഷണലി ഒരെണ്ണം കൂടി കഴിച്ചപ്പോൾ ആ 38 അങ്ങനെ ആയത് ആദ്യം കഴിച്ചതിൽ നിന്ന് ഇപ്പോൾ കഴിച്ചത് മാത്രം കുറക്കുക. അപ്പോൾ 38ൽ നിന്ന് 20 കുറച്ച് 18, അങ്ങനെ പോയിട്ട് ആറാമത് കഴിച്ചപ്പോൾ 67 ടോട്ടൽ യൂട്ടിലിറ്റി. 5ാമത് കഴിച്ചപ്പോഴും 67 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 6ാമത്തെ ഒരെണ്ണം കഴിച്ചപ്പോൾ എത്ര യൂട്ടിലിറ്റി വന്നത്? 0. 67ൽ നിന്ന് 67. 7ാമത് ഒരെണ്ണം കഴിച്ചപ്പോൾ 64 ടോട്ടൽ യൂട്ടിലിറ്റി. അതിനർത്ഥം 7ാമത്തെ മാത്രം അഡീഷണലി ഒന്നും കൂടെ കഴിച്ചപ്പോൾ -3 കിട്ടിയത്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ടോട്ടൽ യൂട്ടിലിറ്റിയുടെ ഒരു കോളം തരും, എന്നിട്ട് മാർജിനൽ യൂട്ടിലിറ്റി കാണാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഈ ഉദാഹരണം നമുക്കൊന്ന് വായിച്ച് നോക്കിയിട്ട് നിർത്താം. ഇമാജിൻ ദാറ്റ് യു ആർ ഗിവിങ് ഓറഞ്ചസ് 1 by 1 ഫോർ ഹെർ ടു ഈറ്റ്. നിങ്ങൾ ഓരോ ഓറഞ്ചുകളായിട്ട് കഴിക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. വെൻ ഷീ ഈറ്റ്സ് ദ ഫസ്റ്റ് ഓറഞ്ച് ഹെർ സാറ്റിസ്ഫാക്ഷൻ വിൽ ബി ഗ്രേറ്റ്. ആദ്യത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ നിനക്ക് നല്ല സന്തോഷമായിരിക്കും. ഇമാജിൻ ദാറ്റ് ഷീ ഗെറ്റ്സ് 20 യൂട്ടിൽസ് ആസ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഇറ്റ്. ആദ്യത്തെ കഴിച്ചപ്പോൾ 20 അവൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് എന്ന് വിചാരിക്കാം. ഇഫ് യു ഗിവ് ഹെർ അനദർ ഓറഞ്ച് ടു ഈറ്റ് ഷീ മേ നോട്ട് ഗെറ്റ് ആസ് മച്ച് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഇറ്റ് ആസ് ഷീ ഡിഡ് ഫ്രം ദ ഫസ്റ്റ് വൺ. വീണ്ടും ഒരെണ്ണം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം കഴിച്ചതിൻ്റെ അത്ര സന്തോഷം കിട്ടണമെന്നില്ല. അതാണ് ഇവിടെ കണ്ടത്. ആദ്യം 20 കിട്ടി, രണ്ടാമതായപ്പോൾ 18 ഉള്ളൂ. അപ്പോൾ ടോട്ടൽ 1ഉം 2ഉം കൂടെ ചേർത്തപ്പോൾ 38. ലെറ്റ്സ് അസ്യൂം ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഒബ്റ്റെയിൻ ഫ്രം ദ സെക്കൻഡ് ഓറഞ്ച് ഈസ് 80 യൂട്ടിൽസ്. അപ്പോൾ രണ്ടാമത് കഴിച്ചപ്പോൾ അഡീഷണലി ഒരെണ്ണം കൂടെ കഴിച്ചപ്പോൾ 18 യൂട്ടിൽസാണ് കിട്ടിയെങ്കിൽ അതിനർത്ഥം എന്താ? 38 -20 18. Thus the total utility derived from both oranges is 38 യൂട്ടിൽസ്. അപ്പോൾ രണ്ടിൽ നിന്നും കൂടെ കിട്ടിയത് 38 യൂട്ടിൽസ് ആണ്. 18 യൂട്ടിൽസ് ഈസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഒബ്റ്റെയിൻ ഫ്രം ദ കൺസംപ്ഷൻ ഓഫ് സെക്കൻഡ് ഓറഞ്ച്. അപ്പോൾ രണ്ടാമത്തെ ഒരെണ്ണം മാത്രം കഴിച്ചപ്പോൾ വന്നിട്ടുള്ള മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 18 മാത്രമാണ്. മൊത്തത്തിൽ 38, രണ്ടാമത്തതിൽ നിന്ന് മാത്രം 18. അപ്പോൾ രണ്ടാമത്തിൽ നിന്ന് മാത്രമാണ് മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് നമ്മൾ പറയാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സപ്പോസ് 5 ഓറഞ്ചസ് ആർ കണ്ടിന്യൂസ്ലി ഈറ്റൻ ബൈ 1 by 1. ഇങ്ങനെ 5 ഓറഞ്ച് നിരന്തരം കൊടുത്തു എന്ന് വിചാരിക്കാം. 5 ഓറഞ്ച് കൊടുത്തു, 1 2 3 4 5. 5 ഓറഞ്ച് കഴിച്ചപ്പോൾ എത്രയാണ്? 67 ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ 5ാമത്തിൽ നിന്ന് മാത്രം അറിയണമെങ്കിൽ എന്ത് കണ്ടെത്തണം? 4ാമത്തതിൽ 4 എണ്ണം കഴിച്ചപ്പോൾ 63. 5ാമത് ഒരെണ്ണം കഴിച്ചപ്പോൾ 67 ആയെങ്കിൽ 67ൽ നിന്ന് 63 കുറക്കുക. അപ്പോൾ 4 എന്നുള്ള ഉത്തരം കിട്ടും. ഓക്കെ. The utility gained from the consumption of all the 5 units is called total utility, and the change in total utility between the consumptions of the 4th and the 5th oranges consumed is called marginal utility. അതായത് 5 ഓറഞ്ചും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചപ്പോൾ കൺസ്യൂം ചെയ്തപ്പോൾ മൊത്തം കിട്ടിയതിനെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്നും
അഞ്ചാമത്തത് മാത്രം 4 കഴിച്ചതിൽ നിന്ന് അഞ്ചാമത് ഒരെണ്ണം കൂടി കഴിച്ചപ്പം മാത്രം കിട്ടിയതിനെ നമുക്ക് അഞ്ചാമത് ഒരെണ്ണം കൂടി കഴിച്ചപ്പോഴാണല്ലോ ചേഞ്ച് വന്നത്. അപ്പം അതിനെ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്നും വിളിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നാലാമത്തതിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 3 കഴിച്ചപ്പോൾ കിട്ടിയതും നാലാമതൊരെണ്ണം കഴിച്ചപ്പോൾ കിട്ടിയതും അറിയണമെങ്കിൽ നാലാമത്തത് മാത്രം കഴിച്ചത് എടുക്കുക. അല്ലെങ്കിൽ 5 കഴിച്ചപ്പോൾ കിട്ടിയതിൽ നിന്ന് 6 കഴിച്ചപ്പോൾ എന്ത് മാറ്റം ഉണ്ടായെന്ന് നോക്കുകയാണെങ്കിൽ 6 കഴിച്ചപ്പം കിട്ടിയ ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിന്ന് 6 മാത്രം കഴിച്ചപ്പോൾ എത്ര വന്നു എന്നുള്ളത് നോക്കിയാൽ മതി. അങ്ങനെ നമുക്കിത് ഓരോ നമ്പറുകൾ വെച്ച് നമുക്ക് നോക്കാം. ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി ആഫ്റ്റർ ദ കൺസെപ്ഷൻ ഓഫ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഓറഞ്ച് ഈസ് ഗിവൺ ഇൻ ദ ടേബിൾ ഗിവൺ ബിലോ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഹാപ്പൻസ് ദ ടോട്ടൽ യൂട്ടിലിറ്റി വെൻ 1 to 5 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച് ആർ കൺസ്യൂംഡ്? 1 മുതൽ 5 ഓറഞ്ചുകൾ തുടർച്ചയായി കഴിച്ചപ്പോൾ എത്രയാണ് ടോട്ടൽ യൂട്ടിലിറ്റി വന്നത്? 5 വരെ കഴിച്ചപ്പോൾ എത്രയാണ് വന്നത്? നമുക്കിതെല്ലാം വായിച്ചിട്ട് നമുക്ക് നോക്കാം. 5 മുതൽ 5 വാങ്ങിച്ചപ്പോൾ 5 കൺസ്യൂം ചെയ്തപ്പോൾ എന്ത് ചേഞ്ചാണ് വന്നത്? 5 വന്നപ്പോൾ 5 കഴിച്ചു, എത്രയാണ്? 67 ടോട്ടൽ യൂട്ടിലിറ്റി കിട്ടിയത്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ആഫ്റ്റർ ദ കൺസെപ്ഷൻ ഓഫ് ദ 6th യൂണിറ്റ്? 6 ഒരെണ്ണം കൂടി കഴിച്ചപ്പോൾ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ എന്ത് ചേഞ്ചാണ് വന്നത്? 6 വന്നപ്പോൾ 67 തന്നെയാണ്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ 0, അതായത് മാർജിനൽ യൂട്ടിലിറ്റി 6 ഒരെണ്ണം കൂടി കഴിച്ചപ്പോൾ 0 വന്നത്. അതായത് ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ചേഞ്ച് ഒന്നുമില്ല. വെൻ എ സർട്ടൻ യൂണിറ്റ് ഓഫ് ഓറഞ്ചസ് ഈസ് കൺസ്യൂംഡ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഷോൺ ആസ് 0. വിച്ച് ഇസ് ഇറ്റ്? ഏതോ ഒരെണ്ണം കൂടി കഴിച്ചപ്പം മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ടുണ്ട്. അത് ഏതാണ്? 6 ഒരെണ്ണം കഴിച്ചപ്പോഴാണ് മാർജിനൽ യൂട്ടിലിറ്റി 0 ആയത്. വൈ ഡസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ബിക്കം നെഗറ്റീവ് വെൻ 7 and 8 യൂണിറ്റ് ഓറഞ്ചസ് ആർ കൺസ്യൂംഡ്? എന്തുകൊണ്ടാണ് 7ാമത്തെയും 8ാമത്തെയും യൂണിറ്റുകൾ ഓറഞ്ചുകൾ കഴിച്ചപ്പോൾ ഈ പറയുന്ന മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവിലോട്ടേക്ക് പോയത്? അതായത് ആ കുട്ടിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് കൂടുതൽ കഴിച്ചപ്പോൾ ഡിസ്സാറ്റിസ്ഫാക്ഷനിലേക്ക് നീങ്ങി. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്. അപ്പോൾ 67 ഉള്ളത് ടോട്ടൽ യൂട്ടിലിറ്റി നോക്കുകയാണെങ്കിൽ 64ഉം 57ഉമായി. ഈ 6ാമത്തെ കഴിച്ചപ്പോൾ 67 ഉണ്ടായിരുന്നു, പിന്നീട് കഴിച്ചപ്പോൾ 64ലേക്കും 57ലേക്കും മാറി. അതിനർത്ഥം 7ാമത്തെയും 8ാമത്തെയും കഴിച്ചപ്പോൾ -3ഉം സാറ്റിസ്ഫാക്ഷൻ മാർജിനൽ യൂട്ടിലിറ്റി കുറവായിരുന്നു. അതുകൊണ്ടാണ് അത് ടോട്ടൽ യൂട്ടിലിറ്റിയെ ബാധിച്ചത്. അപ്പോൾ നമുക്കിനി നേരത്തെ പറഞ്ഞ ഇതിലേക്ക് തന്നെ തിരിച്ചു വരാം. എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ഒരെണ്ണം കൂടി എക്സ്ട്രാ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടി എക്സ്ട്രാ കഴിക്കാമെന്നുള്ള ഒരെണ്ണം കൂടി എക്സ്ട്രാ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, അതിനെയാണ് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ഉദാഹരണം പറയുമ്പോൾ 64 ഉള്ളത് 57 ആയിട്ടുണ്ടെങ്കിൽ 8ാമത്തെ ഒരെണ്ണം കൺസ്യൂം ചെയ്തപ്പോൾ അഡീഷണലി ചെയ്തപ്പോൾ വന്നൊരു ചേഞ്ചാണ്. അതെത്രയാണ്? -7 ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ വേറെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, 53 ഉള്ളത് 63 ആയിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ 4 വാങ്ങിച്ചു, 4 കൺസ്യൂം ചെയ്തു, അതിൽ 3 വാങ്ങിച്ചപ്പോൾ 53 ആയിരുന്നു, 4ാമത്തെ വാങ്ങിച്ചപ്പോൾ 63 ആയിട്ടുണ്ടെങ്കിൽ, അതായത് 4ാമത്തെ ഈ അഡീഷണലി 1 വാങ്ങിച്ചപ്പോൾ 63 ടോട്ടൽ യൂട്ടിലിറ്റിയിൽ ചേഞ്ച് വന്നതെങ്കിൽ അതിനർത്ഥം എത്രയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്? 10ൻ്റെ ചേഞ്ചാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ളതിൽ നിന്ന് തൊട്ട് മുമ്പുള്ളത് കുറയ്ക്കുക. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതിനെ ഒരു കർവിൽ കാണിക്കാൻ വേണ്ടി പറ്റും, ഗ്രാഫിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. യൂസിങ് ദ ക്വാണ്ടിറ്റീസ് ഗിവൺ ഇൻ ദ അബൌ ടേബിൾ ലെറ്റ്സ് ഡ്രോ എ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി കർവ്. നമുക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്ന ഒരു കർവിലും മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്ന ഒരു കർവിലുമായിട്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യത്തെ കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, വളരെ സിമ്പിളാണ്. നമുക്ക് നോക്കാം. നമുക്ക് ഈ സൈഡിൽ ഒരാൾക്ക് ലഭിച്ച യൂട്ടിലിറ്റി കാണാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മൾ കൺസ്യൂം ചെയ്ത എണ്ണങ്ങളാണ് ഇവിടെ ഈ ഇതിൽ കാണുന്നത്. നീല നിറത്തിൽ മാർജിനൽ യൂട്ടിലിറ്റിയും ഓറഞ്ച് നിറത്തിൽ ടോട്ടൽ യൂട്ടിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തേത് കഴിച്ചു, 1ാമത്തെ വാങ്ങിച്ചു എന്ന് പറയേണ്ട, കൺസ്യൂം ചെയ്തു. നമ്മൾ കഴിക്കുന്ന ഒരു ഉദാഹരണം എടുത്തു എന്നുള്ളൂ. 1ാമത്തെ സാധനം വാങ്ങിച്ചു, അല്ലെങ്കിൽ ഓറഞ്ച് എടുത്തു. അപ്പോൾ എന്താണ് കിട്ടിയത്? 20 സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റിയിലും ചേഞ്ച് ഒന്നുമില്ല, 20 തന്നെയാണ്. 2ാമത്തേത് എടുത്തപ്പോൾ എത്ര വന്നത്? 20യുടെ അടിയിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആദ്യത്തേത് കഴിച്ചു, ആദ്യത്തേതും 2ാമത്തേതും കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 38. ഇവിടെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി വരുന്നത്, ഇവിടെയാണ് മാർജിനൽ യൂട്ടിലിറ്റി വരുന്നത്.
മൂന്നാമത് ഒരെണ്ണം കൂടി വാങ്ങിച്ചപ്പോൾ അത്രത്തോളം കിട്ടിയില്ല, നേരത്തെ വാങ്ങിച്ചതിലും കിട്ടിയില്ല, 18നും താഴെയാണ് ഇവിടെയാണ് വന്നത്. പക്ഷേ 1, 2, 3 കൂടെ വന്നപ്പോൾ ഇവിടെയാണ് എത്തിയത്. നാലാമത് വാങ്ങിച്ചപ്പോൾ നോക്കൂ, ഇവിടെ ഈ ലെവലിലാണ്, ഈ പോയിന്റിലാണ് കിടക്കുന്നത്. പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റി 1, 2, 3, 4 കൂടെ ചേർത്തിട്ട് ഇവിടെയാണ് അടയാളപ്പെടുത്തിയത്. 63ലാണ് അടയാളപ്പെടുത്തിയത്. അഞ്ചാമത് കഴിച്ചപ്പോൾ 10ൽ താഴെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ ടോട്ടൽ 1, 2, 3, 4, 5 കൂടെ ചേരുമ്പോൾ 67 ഇവിടെയാണ് കിടക്കുന്നത്. ഓക്കെ. ആറാമത് കഴിച്ചപ്പോൾ അവിടെ കിട്ടിയത് 0 കിട്ടിയത്. കണ്ടോ, 0 എന്ന് പറയുന്നതിൻ്റെ നേരെയാണ് വന്നത്. പക്ഷേ 1, 2, 3, 4, 5, 6 കൂടെ ചേരുമ്പോൾ 67 തന്നെ, ചേഞ്ച് ഒന്നുമില്ല, 67 തന്നെയാണ് കിടക്കുന്നത്. ഏഴാമത് കഴിച്ചപ്പോൾ 0ൽ നിന്ന് താഴേക്ക് പോയി, മൈനസ്. ഇപ്പോൾ മൈനസാണ്, ഈ -10 -20 ഇവിടെ മൈനസാണ്. 0ൻ്റെ അടിയിലേക്ക് പോയി, മൈനസാണ് കിട്ടിയത്. പക്ഷേ ടോട്ടൽ യൂട്ടിലിറ്റി നോക്കുമ്പോൾ 1, 2, 3, 4, 5, 6, 7 കൂടെ ചേർത്തിട്ട് ഇവിടെയാണ് വരുന്നത്. ഓക്കെ, 67ന് താഴെ 63ലേക്ക് എത്തി. ഓക്കെ. എട്ടാമത് കഴിച്ചപ്പോൾ വീണ്ടും മൈനസിൽ തന്നെയാണ്. ടോട്ടലിലേക്ക് വരുമ്പോൾ എന്താണ്, താഴ്ന്നു അല്ലേ, ഇതിങ്ങനെ കുത്തനെ പോയിട്ട് ഇങ്ങനെ താഴ്ന്നു വരുന്നതായിട്ട് കാണാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഇങ്ങനെ ഓരോന്നിനും ഇങ്ങനെ കുറഞ്ഞു വരുന്നതും കാണാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഗ്രാഫിൽ ഇത് രണ്ടിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് ഫിഗർ 4.4ൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനൊരു മാർജിനൽ യൂട്ടിലിറ്റിയും ടോട്ടൽ യൂട്ടിലിറ്റിയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. എനിവേ, താങ്ക് യു സോ മച്ച്.